വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് PlayStation 5 അൺബോക്സിംഗ് ആണ്. സോ ബൈ ദ വേ ഈ വീഡിയോ നമ്മുടെ ചാനലിൽ ഇപ്പോൾ തന്നെ 5-6 മാസമില്ല, ഏകദേശം ഒരു 5 മാസം നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. സോ അതിന് വലിയൊരു സോറിയാണ്. ബിക്കോസ് നമ്മളെ PS5 ഇറങ്ങിയതൊക്കെ എല്ലാവർക്കും അറിയാം, 1 വർഷം മുമ്പ് 2 വർഷം മുമ്പ് ഇറങ്ങിയ സംഭവമാണ്. പിന്നെ എനിക്കിത് കിട്ടിയിട്ട് ഏകദേശം 1 മാസം കണ്ടേ ആയി. സോ എനിവേസ് ഈ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഫുള്ളായിട്ട് കാണാം. അൺബോക്സിംഗ് ജസ്റ്റ് ഒരു ഫസ്റ്റ് ലുക്ക് ആയിരിക്കും. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാം. സബ്സ്ക്രൈബ് എല്ലാം ചെയ്തിട്ടേക്കാം. വീട്ടിലേക്ക് എടുക്കാം. സോ ആദ്യമേ തന്നെ നമ്മൾ അൺബോക്സിംഗ് ആയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞേക്കാം വീഡിയോ ഡ്യൂറേഷൻ കൂട്ടണ്ടേ. സോ എനിവേസ് നമുക്ക് ആദ്യമേ തന്നെ ഒരു ബോക്സിലാണ് കിട്ടുന്നത്. സോ 2 വെർഷനുണ്ട്, ഡിജിറ്റലും ഉണ്ട്, നമ്മളെ ഡിസ്ക് വെർഷനുണ്ട്. സോ എൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന ഡിജിറ്റൽ വെർഷനാണ്. സോ സംഭവം കവറിലും കാര്യങ്ങളൊക്കെ ഇരുന്ന് നമ്മൾ പിച്ചാത്തിയും കാര്യങ്ങളൊക്കെ എടുത്താൽ കയറിയപ്പോഴത്തേക്കും നമുക്ക് ബാക്കിലും കാര്യങ്ങളൊക്കെ പ്ലേ ലൈക്ക് നെവർ ബിഫോർ എന്നും കാര്യങ്ങളും ഗെയിമിംഗ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള എഴുതിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സംഭവം തുറക്കുമ്പോഴത്തേക്കും ആദ്യമേ തന്നെ നമുക്ക് കിട്ടുന്നത് നമ്മളെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ ലൈക്ക് ഓൾവേസ് പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട്. അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ചും കൂടെ നോക്കുക, എന്നിട്ട് എടുത്ത് കളയുക. പിന്നെ നമുക്ക് കിട്ടുന്ന കുറച്ച് കേബിളും കാര്യങ്ങളൊക്കെയാണ്, അതിലൊന്നും ഒരു മൈൻഡും ഇല്ല. പിന്നെ കിട്ടുന്നത് നമ്മളുടെ PlayStation 5 ഒരു മെയിൻ ഒരു ഭാഗമാണ്, ഒരു സുന്ദരത്തിൻ്റെ ഒരു ഭാഗമാണ്. അതാണ് നമ്മളെ കൺട്രോളർ. സോ കൺട്രോളർ ഇങ്ങനെ വെള്ള രീതിയിൽ ഇങ്ങനെ തിളങ്ങിയൊക്കെ ഇരിപ്പുണ്ട്. സോ കണ്ടപ്പോൾ ഒരു സന്തോഷം കാണാം, കൺട്രോളറെങ്കിലും ഉണ്ടല്ലോ, ഇനി സംഭവമില്ലെങ്കിൽ. പക്ഷേ ഈ കൺട്രോളറിന് കഴിച്ച് നല്ല ചുണ്ണാപ്പി സാധനമാണെങ്കിൽ ഭയങ്കര വിലയാണ് കഴിച്ച്, എന്ന് പറയാൻ 5000-6000 രൂപയുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന കുറച്ച് PS5 കാര്യങ്ങൾ നമ്മളെ ഡെസ്കിലും കാര്യങ്ങൾ വെക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് ഉണ്ട്. അതിനുശേഷം ഡയറക്റ്റ് നമ്മളെ കുറച്ച് സ്ഥലങ്ങൾ കഴിഞ്ഞ ശേഷം നമുക്ക് ഡയറക്റ്റ് നമ്മളെ PlayStation 5 ആണ് കിട്ടുന്നത്. ഇനി സംഭവം ഉണ്ടെന്ന് കാണാം. പിന്നെ ലുക്സ് കാര്യങ്ങളൊക്കെ ഒന്നും പറഞ്ഞാൽ മാരക ലുക്കാണ്. ഇങ്ങനെ ഡെസ്കിൽ ഇരിക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഗെയിമിംഗ് സാധനം കയറി ഇരിക്കുന്നതിലാണ് തോന്നുന്നത്. പിന്നെ അത്രയുള്ള കേസ് നമ്മളെ PS5 അൺബോക്സിങ്. പിന്നെ ഇതിൽ കൂടുതൽ എനിക്കൊന്നും കാണിക്കാനില്ല, ഡ്യൂറേഷൻ കൂട്ടാനില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കി എന്തൊക്കെയുണ്ട് അതിലേക്ക് പോകും. സോ PS5 കാണിച്ചിട്ട് ആദ്യമേ തന്നെ ചെയ്തത് ജസ്റ്റ് വീഡിയോ ഒന്നും എടുക്കുക, ഡയറക്റ്റ് നമ്മളെ സംഭവങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് എൻ്റെ അക്കൗണ്ട് കാര്യങ്ങൾ ലോഗിനാണ് ഞാൻ ചെയ്തത്. ഇനി നമ്മൾ തുറക്കുമ്പോൾ തന്നെ ആദ്യമേ തന്നെ നമ്മൾ കണ്ടുവന്നതിൻ്റെ UI-ലോട്ടാണ്. നമ്മളെ ഗെയിം ഹോം സ്ക്രീൻ ഉണ്ടെങ്കിൽ ആ ഗെയിമിൻ്റെ വാൾപേപ്പറായിട്ടാണ് ചേഞ്ച് ആവുന്നത്. സോ അത് കസ്റ്റം വാൾപേപ്പറൊന്നും ചെയ്യാൻ പറ്റില്ല. ലൈക്ക് നമ്മളെ PS4 കസ്റ്റം വാൾപേപ്പറൊക്കെ കയറ്റാം. പക്ഷേ ഇതിലത് പറ്റില്ലേ. മറ്റേ ഇതിനകത്തുള്ള ഗെയിംസ് കാര്യങ്ങളൊക്കെ നമ്മൾ PlayStation സ്റ്റോറിലാണ്. സോ PlayStation സ്റ്റോർ ഇഷ്ടം പോലെ ഗെയിംസ് കാര്യങ്ങളൊക്കെ, പക്ഷേ മിക്കൊന്നും കഴിച്ച് പെയ്ഡ് ഗെയിംസാണ്. പിന്നെ ഫ്രീ ടു പ്ലേ ഗെയിംസ് കുറേ ഉണ്ട്, ലൈക്ക് നമ്മളെ Fortnite, Apex, പിന്നെ അതുപോലെ കുറേ ഗെയിംസ് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് നമ്മളെ പുതിയ PS Plus കാര്യങ്ങൾക്ക് ഇറങ്ങി, അതിനകത്ത് ഇഷ്ടംപോലെ കിടക്കം ഹൈ ഗ്രാഫിക്സ് ഗെയിമുണ്ട്, ലൈക്ക് നമ്മളെ സ്പൈഡർമാൻ, മൈൽസ് മൊറാൽസ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് കുറച്ചാൽ മാരക ഗെയിമിംഗ് പെർഫോമൻസ് ആണ്. കാരണം ഇപ്പോൾ 60 FPS ആണെങ്കിൽ കോൺസ്റ്റന്റ് 60 തന്നെ കിട്ടും, 120 ആണെങ്കിൽ കോൺസ്റ്റന്റ് 120 തന്നെ കിട്ടും. കിട്ടിക്കാൻ സംഭവമാണ്. സോ ഗെയിമിങ്ങിന് മാത്രം വാങ്ങിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. സോ യെസ്, ഇതിനകത്ത് മിക്ക ഗെയിംസ് കേസ് ഏറ്റവും മാക്സ് ക്വാളിറ്റിയിൽ മാക്സ് ഗ്രാഫിക്സിൽ കളിക്കുന്ന സംഭവമാണിത്. പിന്നെ ലൈക്ക് നമ്മൾ എക്സാമ്പിൾ എടുത്ത Fortnite, Apex എല്ലാത്തിലും കിട്ടുക ഹൈ ഗ്രാഫിക്സ് കളിക്കാം. പിന്നെ വേറെ ഗെയിംസിലും കാര്യങ്ങളൊക്കെ നമുക്ക് 120 FPS സപ്പോർട്ട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ഈ PS5 ന്യൂ ജെൻ വേർഷനിൽ. പിന്നെ ഇവർ മെയിനായിട്ട് ഹൈപ്പായിട്ട് കൊണ്ടുവന്ന ഇവരുടെ കൺട്രോളറാണ്, ഡുവൽ സെൻസ് കൺട്രോളർ എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കണത്. സോ ഇതിനകത്ത് നമുക്ക് കുറേ അഡാപ്റ്റീവ് ട്രിഗേഴ്സും പിന്നെ നമ്മൾ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എടുക്കാനായിട്ട് കിട്ടുന്നുണ്ട്. ലൈക്ക് നമ്മളെ വൈബ്രേഷൻസ് പൊളിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഗെയിമിങ്ങിൽ മാത്രം മിക്ക ഫുൾ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ PC വാങ്ങിക്കണോ, ഇപ്പോൾ 50,000 PC വാങ്ങിക്കണോ, അതോ PS5 വാങ്ങിക്കണോ. സോ ഗെയിമിങ്ങിന് മാത്രമാണെങ്കിൽ ഉറപ്പായിട്ടും കൺസോൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ PS5 Xboxോ വാങ്ങിക്കുക. ബിക്കോസ് അതെന്ന് വെച്ചാൽ നമുക്ക് ആ വാല്യൂക്ക് തന്നെ കിടക്കാൻ പെർഫോമൻസ് തരും. ഇപ്പോൾ നിങ്ങൾ 50,000 PC വാങ്ങിക്കുന്ന 50,000 PS5 വാങ്ങിക്കുന്നതിലും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഇത്രയുള്ള കേസ് ചെറിയൊരു ഫസ്റ്റ് ലുക്കും ഒരു അൺബോക്സിംഗ് ആയിരുന്നു PS5. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ അൺബോക്സിംഗ് മാത്രമുള്ള ജസ്റ്റ് ഒരു കംബാക്ക് വീഡിയോ കൂടെയാണ്. സോ ഉറപ്പായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തിട്ടൊക്കെ അടുത്ത വീഡിയോ കാണാം. ബൈ.